100 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. നമ്മുടെ കുന്നിക്കോട് പോകുന്ന വഴിക്ക് പനമ്പറ്റ ബിവറേജ് കോർപ്പറേഷന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കടയല്ല, വഴിയോര കച്ചവടമാണ്. ഞങ്ങൾ ഇന്നലെ ഇതിലെ പോയപ്പം ആ ബിരിയാണി ഒന്ന് മേടിച്ച് കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാന്ന് കരുതി ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. 100 രൂപയുള്ളൂ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഇന്ന് ബിരിയാണി മേടിച്ചുകൊണ്ട് കഴിച്ചു നോക്കാം. ഒരു ബിരിയാണി അല്ല, 5 ബിരിയാണി വാങ്ങി. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് കരുതി ഞാൻ 5 ബിരിയാണിയാണ് അവിടെ നിന്ന് വാങ്ങിയത്. നമ്മളെ പോലൊക്കെ തന്നെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു പയ്യനാണ് അവിടെ ബിരിയാണി വിൽക്കാൻ നിന്നത്. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ഇതിലെ പോയപ്പം ഈ ബിരിയാണി വാങ്ങിയത്. 100 രൂപയ്ക്ക് ഇത് വെർത്താന്നും അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം. നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിയത്. നല്ല ബിരിയാണിയാണ്. ഇന്നലെ ഞങ്ങൾ മേടിച്ച് കഴിച്ചതാ. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ പത്തനാപുരത്ത് നിന്നും കുന്നിക്കോട് പോകുന്നതോടെ പനമ്പറ്റയിൽ ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ട്. ബിവറേജ് കോർപ്പറേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് 2 പയ്യന്മാർ ഇന്ന് വിൽക്കുന്ന ബിരിയാണിയാണ്. നല്ല ബിരിയാണി. ഇതിലെ പോകുന്നവരൊന്ന് മേടിച്ച് കഴിച്ചു നോക്കണം, അഭിപ്രായം പറയണം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ പയ്യന് കുറച്ച് കച്ചവടം കൂടുതൽ കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവർക്കൊരു ഉപകാരവും ആവും. ചെറിയ അരിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. 2 വലിയ പീസും അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള റൈസും ഉണ്ടായിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു റേറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ബിരിയാണി ആയിരുന്നു. എങ്ങനെയുണ്ടാ ബിരിയാണി? നല്ല ടേസ്റ്റ് ഇല്ലയോ സുഹൃത്തെ? ബിരിയാണി എങ്ങനെയുണ്ട്? എടാ ബിരിയാണി ഇഷ്ടപ്പെട്ടോ? അടിപൊളി.